ഥാർ മോഡൽ ജീപ്പ് വാഹനങ്ങൾ നിരത്തുകളിൽ വലിയ അപകട ഭീഷണിയാകുന്നു. ഡ്രൈവിംഗ് ഹരമായിട്ടുള്ള ചെറുപ്പക്കാർ ഇന്ന് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന ഥാർ വാഹനങ്ങൾ നിരത്തുകളിൽ നിരന്തരം അപകടത്തിൽപ്പെടുന്ന വാർത്തകൾ പെരുകുന്നുണ്ട്. ഇന്നിപ്പോ തിരുവനന്തപുരം നാലാഞ്ചിറയിൽ നിന്നുള്ള ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥിയുടെ ജീവനെടുത്ത അപകടം. അതിലും ഥാർ തന്നെയാണ് വില്ലൻ. റീൽസ് ഫോട്ടോഷൂട്ടിലും പുതിയ കാലത്തെ ചെറുപ്പക്കാർക്ക് അവരുടെ യാത്രാ ഷോ ഓഫുകൾക്ക് പഴയ ജീപ്പിന്റെ പുതിയ വേർഷനായിട്ടുള്ള ഥാർ എന്ന SUV വാഹനങ്ങളാണ് പൊതുവെ സെലക്ട് ചെയ്യാറ്. അത്തരം വാഹനങ്ങൾ നിരത്തുകളിലെ ഷോ ഓഫിന് വേണ്ടി എടുക്കുകയും അമിത വേഗതയിലുള്ള ഡ്രൈവിംഗിലൂടെ ഇതിനോടകം തന്നെ പൊലിഞ്ഞത് നിരവധി പേരുടെ ജീവനാണ്. ഇന്നും അത് ആവർത്തിക്കപ്പെട്ടു. ഒരു കാറാണ് ആ ബസ് സ്റ്റോപ്പ് ഇടിച്ചു മറിച്ച് ഈ പോസ്റ്റ് അല്ലേ, ഇതൊക്കെയാണ് പോസ്റ്റൊക്കെ പോസ്റ്റ് ഇടിച്ചു മറിച്ച് ടയറ് വലിയ വണ്ടി ടയറിന്റെ തന്നെ ഫ്രണ്ട് ടയറാണ് അല്ലേ, ഫ്രണ്ട് ടയറൊക്കെ ഊരി തെറിച്ച് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇല്ല സമയം നോക്കിക്കോണ്ടേ. കടയിടിച്ചു കടയുടെ പാതി തീർന്നു. ഇന്ത്യയുടെ ഫ്രണ്ട് അവസ്ഥ. മണ്ണന്തല നാലാഞ്ചിറ റോഡ്. തിരുവനന്തപുരം നാലാഞ്ചിറയ്ക്ക് സമീപം ബസ് സ്റ്റാൻഡിലേക്കാണ് ഇന്ന് ഥാർ ജീപ്പ് ഇടിച്ചു കയറിയത്. എന്താണ് അപകട കാരണമെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും അമിത വേഗതയാണ് ഒരു കാരണം. അമിത വേഗതയിലൂടെ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തുനിന്ന വിദ്യാർത്ഥിയെയും ഇടിച്ചു തെറിപ്പിച്ച് തൊട്ടടുത്തുള്ള കടയിൽ ചെന്നാണ് വാഹനം ഇടിച്ചു കയറുന്നത്. അതിന്റെ ഫ്രണ്ട് വീൽ ഉൾപ്പെടെ ഊരിത്തെറിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ തന്നെ അപകടത്തിന്റെ തീവ്രത മനസ്സിലാക്കാൻ പറ്റാവുന്നതാണ്. എന്തുകൊണ്ടായിരിക്കും വാഹനം ഇത്രയും ദൂരം പോയതെന്ന് പറഞ്ഞാൽ അത്രമാത്രം വേഗതയിലാണ് ആ വാഹനം വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു കാറാണ് ആ ബസ് സ്റ്റോപ്പ് ഇടിച്ചു മറിച്ച് ഈ പോസ്റ്റ് അല്ലേ, ഇതൊക്കെയാണ് പോസ്റ്റൊക്കെ ഇടിച്ചു മറിച്ച് ടയറ് വലിയ വണ്ടി ടയറിന്റെ തന്നെ ഫ്രണ്ട് ടയറാണ് അല്ലേ, ഫ്രണ്ട് ടയറൊക്കെ ഊരി തെറിച്ച് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇല്ല സമയം നോക്കിക്കോണ്ടേ. കടയിടിച്ചു കടയുടെ പാതി തീർന്നു. ഇന്ത്യയുടെ ഫ്രണ്ട് അവസ്ഥ. മണ്ണന്തല നാലാഞ്ചിറ റോഡ്. ഈ അടുത്ത കാലത്ത് നിരത്തുകളിൽ ഥാർ ജീപ്പ് അപകടം നിരവധി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പേരിൽ ജീവൻ നഷ്ടമായ നിരവധി പേരുണ്ട്. നിരത്തുകളിൽ ഓവർ സ്പീഡിനും ഒപ്പം തന്നെ ഷോ ഓഫ് ഡ്രൈവിംഗിന് വേണ്ടി യൂത്ത് ജനറേഷൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു വാഹനമായി ഥാർ മാറിയിട്ടുണ്ട്. ഇന്ത്യക്കകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വാഹനങ്ങളിൽ ഒന്നാണ് ഈ ഥാർ ജീപ്പുകൾ. ആ ജീപ്പുകൾ എന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് ഡ്രൈവിംഗ് ഉൾപ്പെടെ ഇഷ്ടപ്പെടുന്നവർക്ക് SUV വാഹനമായിട്ടുള്ള ഥാർ വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് പ്രേമികൾ, മത്സര ഓട്ടക്കാർ തുടങ്ങി പലരും ഇന്നിപ്പോൾ അവരുടെ നിരത്തുകളിലെ ആഡംബര യാത്രകൾക്ക് ഉപയോഗിക്കുന്ന ഥാറുകൾ ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നുണ്ട്. അതിലൂടെ നിരവധി പേരുടെ ജീവൻ കവരുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാവുകയാണ്. നാലാഞ്ചിറയ്ക്ക് സമീപം ഇന്നുണ്ടായ അപകടത്തിലും ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ എടുക്കാനുണ്ടായ അപകടത്തിന് കാരണമായിട്ടുള്ളത് ഇതേ ഥാർ എന്ന വാഹനമാണ്. ഈ വാഹനം യഥേഷ്ടം നിരത്തിലിറങ്ങുമ്പോൾ അത് സാധാരണ യാത്ര എന്നതിനേക്കാൾ ഉപരിയായി റോഡുകളിലെ ഷോ വാഹനം പോലെ
അമിത വേഗതയിൽ ഓടിച്ച് സിനിമാ സ്റ്റൈൽ പ്രകടനങ്ങളും റീൽസ് ഫോട്ടോഷൂട്ടിനൊക്കെ ഉപയോഗിക്കുന്ന ശൈലിയിലേക്ക് മാറ്റിയതാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമാകുന്നത്. നേരത്തെ ഹൈസ്പീഡ് ടൂ വീലർ വാഹനങ്ങൾ കൂടിയായിട്ടുള്ള ഡ്യൂക്ക് പോലുള്ള വാഹനങ്ങൾ എങ്ങനെയാണോ നിരത്തുകളിൽ ചെറുപ്പക്കാരുടെ ജീവൻ എടുത്തിരുന്നത്, അതേ മോഡലിലേക്ക് 4 ചക്ര വാഹനമായിട്ടുള്ള ഥാർ മാറിക്കഴിയുന്നതായിട്ട് ഈ അടുത്ത കാലങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത പല അപകടങ്ങളിൽ നിന്ന് വ്യക്തമാവുകയാണ്. ചെറുപ്പക്കാർ ഡ്രൈവിംഗ് പാഷൻ ആവുകയും ഓവർ സ്പീഡ് ഡ്രൈവിംഗിന് നമ്മുടെ നിരത്തുകൾ അനുയോജ്യമല്ല എന്നറിഞ്ഞിട്ടും അതിലൂടെ മത്സര ഓട്ടത്തിന് വേണ്ടി ഇത്തരം വാഹനങ്ങൾ അമിതമായി ഉപയോഗിക്കുന്നത് നിരപരാധികളായിട്ടുള്ള നിരവധി പേരുടെ ജീവനാണ് നിരത്തുകളിൽ എടുക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഉദാഹരണം കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വ്യക്തമാകുന്ന കാര്യം.